السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه وكماله، والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സ്നേഹാദരനായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും അവന്റെ ഗ്രന്ഥം പരസ്പരം ചർച്ച ചെയ്തും ഓതിയും അർത്ഥവും ആശയവും മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടി നമ്മൾ കൂടിയിരിക്കുന്ന ഈ ഇരുത്തം നമ്മിൽ നിന്ന് സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള മജ്ലിസുകളുടെ എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും നമ്മുടെ ഇരുലോക ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ കാത്ത് സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ പാലിക്കുക എന്നുള്ളതാണ് ഇഹപര വിജയത്തിന്റെ രക്ഷാമാർഗം. ആ ഒരു ഒറ്റമൂലി ഇഹലോക ജീവിതവും പരലോക ജീവിതവും നന്നായി തീരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച തഖ്വ എന്ന് പറഞ്ഞ ഒറ്റമൂലിയെ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കാഫിറൂൻ ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. സൂറത്തുൽ കാഫിറൂനെ കുറിച്ച് ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ വന്നിട്ടുള്ള പേര് ഒന്ന് സൂറത്തുൽ കാഫിറൂൻ, പിന്നൊന്ന് സൂറത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ചില ഹദീസുകളിലൊക്കെ വന്നത് കാണാൻ സാധിക്കും. പിന്നെ ഒരുപാട് മുൻഗാമികൾ അതിന് പല പേരുകളും വിളിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബറാഅ എന്ന് സൂറത്തുൽ കാഫിറിന്റെ പേര് വിളിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് സൂറത്തുൽ ബറാഅ എന്ന് പറഞ്ഞാൽ? ബറാഅത്ത് എന്ന് പറഞ്ഞാൽ വിരക്തി പ്രഖ്യാപിക്കലാണ്. ഞാൻ ഒഴിഞ്ഞവനാകുന്നു, ഞാൻ മുക്തനാകുന്നു എന്ന് പ്രഖ്യാപിക്കാം. എന്തിൽ നിന്ന്? കുഫ്റിൽ നിന്ന്, ശിർക്കിൽ നിന്ന്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് അൽ കുബ്ര, അല്ലെങ്കിൽ ഇതിനെയും സൂറത്തുൽ ഇഖ്ലാസ്, യഥാർത്ഥത്തിലുള്ള സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, രണ്ടിനെയും കൂടി ചേർത്തിട്ട് സൂറത്ത അൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ രണ്ട് സൂറത്തുകൾ എന്ന് വിളിച്ചത് കാണാൻ സാധിക്കും. ഈ സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് അൽ കുബ്ര, വലിയ സൂറത്തുൽ ഇഖ്ലാസ്, മറ്റേത് ചെറുതാണ്, അങ്ങനെ വിളിച്ചത് കാണാൻ സാധിക്കും. അങ്ങനെ പല പേരുകൾ ഈ സൂറത്തിന് വിളിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യൽ സുന്നത്തായി പഠിപ്പിച്ച സൂറത്തിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ കാഫിറൂൻ. അതിൽ ഒന്നാമത്തത് എപ്പോഴാണ്?
ഒന്ന് വിത്ർ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ റസൂലുള്ളാഹി അവസാനത്തെ മൂന്നിൽ ഉള്ള രണ്ടിൽ അവസാനത്തെ 3 റക്അത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫി റക്അതൈ അൽ ഫജ്ർ. അല്ല, അതിന്റെ മുമ്പ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിർ ബി സലാസ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 റക്അത്തുകൾ കൊണ്ട് വിത്റാക്കുമായിരുന്നു, ഒറ്റയാക്കുമായിരുന്നു. യഖറഉ ഫിൽ ഊലാ ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല. അതിൽ ഒന്നാമത്തിൽ സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല പാരായണം ചെയ്യും. വഫി സാനിയ ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്യും. വഫി സാലിസ ബിഖുൽ ഹുവല്ലാഹു അഹദ്. മൂന്നാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യും. ഇമാം തിർമിദിയും നസായിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ മറ്റൊരു സന്ദർഭമാണ് ഫജ്റിന്റെ മുമ്പുള്ള റക്അത്ത് സുന്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിൽ കാഫിറൂനും രണ്ടാമത്തേതിൽ ഇഖ്ലാസും പാരായണം ചെയ്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫി റക്അതൈ അൽ ഫജ്ർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന്റെ മുമ്പുള്ള റക്അത്ത് സുന്നത്തിൽ പാരായണം ചെയ്തു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വ ഖുൽ ഹുവല്ലാഹു അഹദ്. ആയിഷ റളിയല്ലാഹു അൻഹയും സമാനമായ ഹദീസ് ഉദ്ധരിച്ച് കാണാൻ സാധിക്കും. അവർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഹദീസാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അതിൽ എങ്ങനെ കാണാൻ സാധിക്കും, അവസാന ഭാഗത്ത് അവർ പറയാണ്, റക്അതൈനി ഖബ്ലൽ ഫജ്ർ. ഫജ്റിന്റെ തൊട്ട് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കും. വകാന യഖൂൽ, അവിടുന്ന് പറയുമായിരുന്നു, നിഅമസ് സൂറതാനി ഹുമാ. എത്ര നല്ല സൂറത്തുകളാണ് അത് രണ്ടും. തഖറഊനഹുമാ ഫി റക്അതൈനി ഖബ്ലൽ ഫജ്ർ. ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ നിങ്ങൾ അത് പാരായണം ചെയ്യുക. എത്ര നല്ല സൂറത്തുകളാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞേ കാണാൻ സാധിക്കും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദ്. അതുപോലെ ഒരു വ്യക്തി ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അങ്ങനെ ജാബിർ റളിയല്ലാഹു ഹദീസ് ഉദ്ധരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിയെ പുകഴ്ത്തിയത് കാണാൻ സാധിക്കും. ഇമാം തഹാവി ഇബ്നു ഹിബ്ബാൻ ഒക്കെ ഉദ്ധരിച്ച പണ്ഡിതന്മാർ ഹസനാണെന്നൊക്കെ വിശേഷിപ്പിച്ച ഹദീസാണ്. എന്താണ് ഹദീസ്? ജാബിർ റളിയല്ലാഹു നിവേദനം ചെയ്യാണ്, അന്ന റജുലൻ ഖാമ ഫറകഅ റകഅതൈൽ ഫജ്ർ. ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു. ഫഖറഅ ഫി റക്അത്തിൽ ഊല. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ അദ്ദേഹം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്തു. ഹത്ത ഖദതി സൂറ. ആ സൂറത്ത് പൂർണ്ണമായും പാരായണം ചെയ്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്ത മനുഷ്യന്റെ ഓത്ത് കേട്ടു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാ അബ്ദുൻ അറഫ റബ്ബഹു. ഈ അടിമ തന്റെ രക്ഷിതാവിനെ അറിഞ്ഞിരിക്കുന്നു. ഈ അടിമ തന്റെ രക്ഷിതാവിനെ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ സൂറത്തുൽ കാഫിറൂൻ ഓതിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വ്യക്തിയെ പുകഴ്ത്തിയാണ്, റബ്ബിനെ അറിഞ്ഞ അടിമയാണിത്. പിന്നെയോ ഇനി വഖറഅ ഫിൽ ആഖിറ, അവസാനത്തെ റക്അത്തിൽ അദ്ദേഹം ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്തു. അങ്ങനെ സൂറത്ത് പൂർണ്ണമായും പാരായണം ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ അബ്ദുൻ ആമന ബിറബ്ബിഹി. ഈ അടിമ തന്റെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. കാഫിറൂൻ കേട്ടപ്പോൾ എന്ത് പറഞ്ഞു? ഹാദാ അബ്ദുൻ ഖദ് അറഫ റബ്ബഹ. തന്റെ രക്ഷിതാവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. ഇഖ്ലാസ് ഓതിയപ്പോൾ എന്ത് പറഞ്ഞു? തന്റെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ കാഫിറൂൻ ഓതൽ ശിർക്കിൽ നിന്നുള്ള മോചനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. നൗഫൽ അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു. ഈ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇഖ്റ ഇൻദ മനാമിക്. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സുമ്മ നം അലാ ഖാതിമതിഹാ. എന്നിട്ട് അത് അവസാനമാക്കിക്കൊണ്ട് നീ ഉറങ്ങണം. അത് അവസാനമാക്കിക്കൊണ്ട് നീ ഉറങ്ങണം. ഫഇന്നഹാ ബറാഅത്തുൻ മിനശ്ശിർക്ക്. അത് ഷിർക്കിൽ നിന്നുള്ള മോചനമാണ്. ഷിർക്കിൽ നിന്നുള്ള മോചനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അബൂ ദാവൂദും തിർമിദിയും നസായിയും അഹ്മദും എല്ലാം ഉദ്ധരിച്ച
പല പണ്ഡിതന്മാരും സഹീഹെന്നും ഹസനെന്നും ഒക്കെ വിശേഷിപ്പിച്ച ഒരു ഹദീസാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിനെ കുറിച്ച് ചില ഹദീസിൽ കാണാൻ സാധിക്കും ഖുർആനിന്റെ 4/1 എന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ ഭിന്നതയുണ്ട്. പല പണ്ഡിതന്മാരും സഹീഹാണെന്ന് വിശേഷിപ്പിച്ചു, മറ്റു പലരും ദഈഫാണെന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ സൂറത്തിന്റെ മഹത്വമാണ്, ഈ സൂറത്തിന്റെ ഔന്നിത്യവും വലിപ്പവുമാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്ത് വിശദീകരിക്കുമ്പോൾ അത് നമ്മൾ പറയും എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് ഇത്ര മഹത്വം എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അതുപോലെ ഈ സൂറത്ത് മക്കിയത്താണ്. എന്താ മക്കിയത്ത് പറഞ്ഞാൽ? ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്താണ് സൂറത്ത് അൽ കാഫിറൂൻ. എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇജ്മാ ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ടെന്ന് പറയുന്നു, എന്നാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ദഈഫാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്തിൽ കാഫിറൂനും ഇഖ്ലാസും ഓതുന്നത് സുന്നത്താണെന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. പക്ഷെ ഹദീസ് ദഈഫാണ്, ദുർബലമാണ്. ഇനി ഈ സൂറത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഈ സൂറത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഈ സൂറത്തിലൂടെ അല്ലാഹു വെച്ചിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം അൽ ബറാഅത്തുൽ മുത്ലഖത്തു ബൈനൽ മുവഹ്ഹിദീന വൽ മുശ്രിക്കീൻ. മുവഹ്ഹിദീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിലുള്ള നിരുപാധികമായ വേർപാടാണ്. മുശ്രിക്കീങ്ങളും മുവഹ്ഹിദീങ്ങളും ഒരു തരത്തിലും അതിൽ തൗഹീദിന്റെ ശിർക്കിന്റെ കാര്യത്തിൽ എന്തില്ല, ഒരു തരത്തിലും രമ്യപ്പെടൽ ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഒരു തരത്തിലുമുള്ള ഒരു എന്താ പറയാ ഒരു അഴകുഴമ്പൻ നിലപാട് പാടില്ല. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വേർപിരിയുക എന്നാണ്, തമ്മിൽ പിരിഞ്ഞു നിൽക്കുക. അങ്ങനെ വേർപിരിവിലാണ് ആര് തമ്മിൽ? മുവഹ്ഹിദീങ്ങളും മുശ്രിക്കീങ്ങളും ഉള്ളത്. ഈ സൂറത്ത് അവതരിപ്പിക്കാൻ അതിന്റെ സബബുൻ നുസൂലായി ഒരു സംഭവം പറയപ്പെടാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 സംഭവങ്ങൾ പറയപ്പെടാറുണ്ട്, പക്ഷെ ഹദീസൊക്കെ ദഈഫാണ്. അതിൽ ഒന്ന് പറയപ്പെടാറുള്ളത്, മക്കത്തെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങള് അല്ലാഹുവിന്റെ റസൂൽ എന്നല്ല റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങള് ഒരു വർഷം എന്ത് ചെയ്യാം, നിങ്ങൾ പറയുന്ന അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം, പിന്നെ ഒരു വർഷം നമ്മളെ ആരാധ്യന്മാരെന്ത് ചെയ്യാ, ആരാധിക്കാം. അപ്പൊ നല്ല അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്. നമ്മൾ തമ്മിൽ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത് അങ്ങനെ ഒരു കാരണം സബബുൻ നുസൂൽ പറയപ്പെടാറുണ്ട്. അതുപോലെ മറ്റൊരു സബബുൻ നുസൂൽ പറയപ്പെടാറുള്ളത്, പിന്നെ നമ്മളെ ആരാധ്യന്മാരെ ബിംബങ്ങളെ കാണുമ്പോ ആരാധിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, വേറൊന്നും വേണ്ട, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നിങ്ങനെ തോന്നിപ്പിച്ചാൽ മതി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നും കൂട്ടാക്കിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറക്കി എന്നാണ് പറയുന്നത്. പക്ഷെ ഹദീസ് രണ്ടും ദുർബലമാണ്. ഏതാണെങ്കിലും ഈ സൂറത്തിന്റെ ആശയം അതിനോട് പൂർണ്ണമായും പൊരുത്തപ്പെട്ടു പോകുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറത്തിൽ മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കീങ്ങളിൽ നിന്ന് കാഫിരീങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാണ്, ഞാൻ വിമുക്തനാണ്, ഞാൻ അവരുമായി ഒരു ബന്ധവും ഇല്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അതുപോലെ പിന്നെ അവര് തങ്ങളുടെ ആരാധ്യന്മാർക്ക് നടത്തുന്ന ആരാധനകൾ അതൊന്നും ആ ആരാധ്യന്മാരെ അവർ ആരാധിക്കുന്നിടത്തോളം അവർ നിർവഹിക്കുന്ന ആരാധനയും അള്ളാഹുവിന്റെ റസൂൽ നിർവഹിക്കുന്ന ആരാധനയും തമ്മിൽ ഒന്നാവുകയില്ല, അത് തമ്മിൽ ഒരിക്കലും ഒരേ ആരാധനയാവുകയില്ല, അവർ നിർവഹിക്കുന്ന ആരാധനകളെല്ലാം ബാത്തിലാകുന്നു എന്നുള്ളതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നു. അവരുടെ ദീനുമായി തന്റെ ദീനിനൊരു ബന്ധവുമില്ല, തന്റെ ദീനിന് അവരുടെ ദീനുമായി ഒരു ബന്ധവുമില്ല, രണ്ടും രണ്ട് ദീൻ തന്നെയാണ്, ഒരിക്കലും പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ഈ സൂറത്തിന്റെ ഒരു വൽഹാസിൽ, ഒരു രത്നച്ചുരുക്കം. ഇനി നമുക്ക് സൂറത്തൊന്ന് ഓതാം അല്ലെ. ഇതിൽ പ്രത്യേകിച്ച് പിന്നെ നിയമങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മള് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ പിന്നെ
എന്തൊക്കെയാ നിയമങ്ങളാണുള്ളത് ഒന്ന് പറഞ്ഞോടി. ആ അതെ, ഒന്ന് യാ അല്ലെ, അവിടെ എന്താ നിയമം? മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലാത്ത ബാക്കി വേറുള്ളവര് പറയും, മൊയ്തീൻക്കല്ലാത്ത എന്താണ്? അതായത് ഒരു പദത്തിൽ മദ് വന്നു, അടുത്ത പദത്തിൽ എന്ത് വന്നു? ഹംസ വന്നു. ലബോ മദ്ദും ഹംസയും ഒരുമിച്ച് വന്നു, പക്ഷെ രണ്ട് പദത്തിലായി ഒരുമിച്ച് വന്നു. ആദ്യത്തെ പദത്തിൽ മദ്, രണ്ടാമത്തെ പദത്തിൽ ഹംസ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മദ് മുൻഫസിൽ എന്ന് പറയും. മദ് മുൻഫസിൽ എന്ത് ചെയ്യണം? 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടണം. നീട്ടൽ നിർബന്ധാണോ അതോ നിർബന്ധല്ലേ? നിർബന്ധല്ല, നിർബന്ധം ഇല്ല. യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. എവിടെ എന്താ നിയമം? അഅ്ബുദു, അവിടെ തവസ്സുത്ത് എന്ന് പറയും. അഅ്ബുദു, അഅ്ബുദു എന്നാണ് പറയാ. എങ്ങനെ പറയുന്നത്? അഅ്ബുദു, അഅ്ബുദു എന്നും പറയരുത്, അഅ്ബുദു എന്നും പറയരുത്. മനസ്സിലല്ലേ? അഅ്ബുദു, അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും. അവിടെ എന്താ എന്ത് നിയമമുണ്ടോ? നൂനുസാക്കിനെയാണ് അല്ലെ, മണിച്ച് എങ്ങനെ ഓതണം? മറിക്കണ്ട, മറച്ച് മണിച്ച് ഓതണം. അതെ, ഇഖ്ഫാഉം ബിഗുന്ന അല്ലെ. മറക്ക എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കണം അല്ലെ, ആ നൂനെ വ്യക്തമാക്കാതെ ഓതണം. അൻതും, അൻതും, അൻതും എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ആബിദൂന മാ അഅ്ബുദ്, അവിടെ മാ അഅ്ബുദ്, അവിടെ എന്താ? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ മദ് തന്നെ, മദ് മുൻഫസിൽ എന്ന് വെച്ചാൽ മദ് വന്നു, ശേഷം ഹംസ വന്നു, രണ്ട് പദത്തിലാണ്. അപ്പൊ 4 5 ഹർക്കത്ത് നീട്ടലാണ് നല്ലത്. പിന്നെ അഅ്ബുദു എന്നുള്ളോട് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ ഓതുക? അഅ്ബുദ് അല്ലെ, ദാല് ഖൽഖലയുടെ അക്ഷരമാണ്. അഅ്ബുദ്, ദ് ദ് എന്നുള്ള ആ മുഴക്കം കേൾക്കണം. അഅ്ബുദ്, അഅ്ബുദ് എന്ന് ഓതരുത്. മനസ്സിലായില്ലേ? അഅ്ബുദ്, അഅ്ബുദ് ഓതരുത്. അഅ്ബുദ്, അഅ്ബുദ്, അഅ്ബുദ് എന്ന് ശബ്ദം, ആ മുഴക്കം കേൾക്കണം. വലാ അന ആബിദും മാ, അവിടെ എന്തെങ്കിലും ഉണ്ടോ? വലാ അന, അവിടെ എന്തോന്നുണ്ട് അല്ലേ? അവിടെ എന്താ? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ മദ് മുൻഫസിൽ ഉണ്ട്. വലാ അന, പിന്നെന്താ? അന ആബിദും മാ. ഇദ്ഗാമുൻ ബിഗുന്ന എന്ന് പറയും. ദാലിന് തെൻവീനാണ്, തെൻവീന് ശേഷം മീമാണ്. തെൻവീന് ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം? ചേർത്ത് മണിക്കണം, ചേർത്ത് മണിക്കണം, ലയിപ്പിച്ച് മണിക്കണം. ആ തെൻവീനിന് ശേഷമുള്ള മീമിൽ ലയിപ്പിക്കണം. ആബിദുമ്മ, ആബിദുന്മ എന്നല്ല, ആബിദുൻ എന്ന് പറയരുത്. തെൻവീൻ കേൾക്കൂല. തെൻവീൻ എന്ത് ചെയ്യും? ശേഷമുള്ള മീമിൽ ലയിച്ചു പോകും. ആബിദുമ്മ, ആബിദുമ്മ. ആബിദുന്ന് തെൻവീൻ ഉച്ചരിക്കുകയില്ല. ആബിദുമ്മ. പിന്നെന്താ? ആബിദുമ്മ അബത്തും. അവിടെ ദാലിന് സുക്കൂൻ ഉണ്ടല്ലോ, അപ്പൊ അബദത്തും ഓതണോ? വേണ്ട, അവിടെ അങ്ങനെ ചെയ്യണ്ട. അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ അബത്തും, അവിടെ ഇദ്ഗാം ചെയ്യണം. ആ ദാലും താഇനെയും ചേർക്കണം, ചേർത്തുകൊണ്ട് പാരായണം ചെയ്യേണ്ട സ്ഥലമാണ്. മുത്തജാനിസൈനി, ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന 2 അക്ഷരങ്ങൾ. ഒന്ന് ആദ്യത്തിന് സുക്കൂന് വന്നു, രണ്ടാമത്തിന് ഹർക്കത്ത് വന്നു. അപ്പോ രണ്ടും കൂടി ചേർത്ത് തന്നെ ചെയ്യാം. വലാ അൻതും ആബിദൂന, അവിടെ എന്താ നിയമം? അൻതും, തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു ഇഖ്ഫാഉൻ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക. പിന്നെ ആബിദൂന മാ അഅ്ബുദ്, അവിടെ എന്താ? മദ്, മദ് മുൻഫസിൽ. ലക്കും ദീനുക്കും വലിയ ദീൻ. വേറൊന്നുമില്ലല്ലോ.
നമ്മൾ തഫ്സീറിൽ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. നമ്മള് സൂറത്ത് ഓതിയിട്ടേ ഉള്ളൂ. ഓതിയിട്ടില്ല, ഓതാൻ നിക്കണല്ലോ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് നോദാം. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم അവിടെ അന എന്നുള്ളടത്തൊരു നൂന് കഴിഞ്ഞ ശേഷം നീട്ടല്ലേ? നീട്ടുവോ? ഇല്ല അല്ലെ. അന എന്നുള്ളതിന്റെ മദ് ഉച്ചരിക്കൂല, ഉച്ചരിക്കാത്ത അക്ഷരങ്ങളിൽ പെട്ടതാണ്. വലാ അന ആബിദും മാ അബദ്തും ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദീനുക്കും വലിയ, ദീനുക്കും വലിയ. മീമിന് ശേഷം വാവ് വരുന്ന പല സ്ഥലത്തും ആളുകൾ മീമ് ശരിക്കും ഉച്ചരിക്കാറില്ല. അവിടെ മീമിന്റെ ഉച്ചാരണം പൂർത്തിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ചുണ്ട് പൂട്ടണം. ലക്കും ദീനുക്കും. പക്ഷെ ശേഷം വാവ് വരുമ്പോ ഒരു ധൃതിയായിരിക്കും. ലക്കും ദീനുക്കും വലിയ. ആ മീമാണ്ട് ആകാതെ ഉച്ചരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് ഉണ്ടാകുന്നില്ല നമ്മൾ ഉറപ്പുവരുത്താം. ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ. ഒരു തവണ കൂടി നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഒരായത്തുണ്ടല്ലേ. ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين.
നമുക്ക് അറിയാത്ത അർത്ഥങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. എന്താ ഖുൽ? ഖുൽ പറയുക. യാ അയ്യുഹ. എന്താ അയ്യുഹന്റെ ഉദ്ദേശം? എന്താ? വിളിക്കുകയാണ്, അഭിസംബോധന ചെയ്യാണ്. യാ അയ്യുഹ അൽ അൽ കാഫിറൂൻ. എന്താ? സത്യനിഷേധികളെ, അവിശ്വാസികളെ വിളിക്കുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. എന്താ? ലാ ഇല്ല. ലാ അഅ്ബുദു. എന്താ അഅ്ബുദു? ഞാൻ ആരാധിക്കുക. അഅ്ബുദു പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു. യഅ്ബുദു എന്ന് പറഞ്ഞാൽ അവൻ ആരാധിക്കുന്നു. തഅ്ബുദു പറഞ്ഞാൽ നീ ആരാധിക്കുന്നു അല്ലെങ്കിൽ അവൾ ആരാധിക്കുന്നു. രണ്ടിനും തഅ്ബുദു എന്ന് പറയും. യഅ്ബുദു എന്ന് പറഞ്ഞാൽ അവർ, കുറച്ച് പുരുഷന്മാർ ആരാധിക്കുന്നു. തഅ്ബുദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുരുഷന്മാർ ആരാധിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅ്ബുദൂൻ. മാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന്, ഞാൻ ഒന്നിനെ ആരാധിക്കുന്നില്ല. ഏതാ ഒന്ന്? തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ. അവിടെ ഒന്ന് എന്നതിന്റെ ഉദ്ദേശം ആരാധിക്കുന്നവയെ എന്നാണ്. ഉമൂമിന്റെ സീഗാണ്. ഉമൂം എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം കിട്ടും. നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ് അതിന്റെ നേരെ വാക്കർത്ഥം. ഇൻഷാ അല്ലാഹ് തഫ്സീർ നമ്മൾ പറയാം. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. പിന്നെന്താ? വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വലാ അൻതും. വലാ എന്ന് പറഞ്ഞാൽ ലാ അല്ല. അൻതും. അൻതും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളും അല്ല. ആബിദൂന ആരാധിക്കുന്നവർ. ആബിദ് എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ. ആബിദൂൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവർ. ആബിദിന്റെ ജംആണ്, ബഹുവചനമാണ് ആബിദൂൻ. അപ്പൊ നിങ്ങളും ആരാധിക്കുന്നവർ അല്ല. മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നവർ അല്ല. പിന്നെന്താ? വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. പിന്നെ വലാ അന ആബിദുൻ മാ അബദ്തും. വലാ അന എന്താ? ഞാനുമല്ല. വലാ അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങളുമല്ല. വലാ അന ഞാനുമല്ല. ആബിദുൻ ആരാധിക്കുന്നവൻ അല്ല, ഞാനും ആരാധിക്കുന്നവനല്ല. മാ അബദ്തും നിങ്ങൾ ആരാധിച്ചവയെ ഞാനും ആരാധിക്കുന്നവൻ അല്ല. അബത്തും എന്ന് പറഞ്ഞാൽ മാലിയാണ്, കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. ഇവിടെ തഅ്ബുദു എന്ന് പറഞ്ഞാലോ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെന്നാണ് തഅ്ബുദൂൻ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിഅലും മുളാരി എന്ന് പറയും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ ചെയ്യാനിരിക്കുന്നതും അത് രണ്ടും എന്തിൽ വരും? തഅ്ബുദൂൻ എന്നുള്ളതിൽ വരും. അബത്തും എന്ന് പറഞ്ഞാലോ നിങ്ങൾ ആരാധിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ?
വലാ അന ആബിദും മാ അബദ്തും. പിന്നെന്താ? വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. എന്താ വലാ അൻതും? ഈ ഇതേ ആയത്തന്നെ അല്ലേ? വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നവർ അല്ല, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നവർ അല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും ദീനുക്കും വലിയ വലിയ ദീനി എന്നല്ലേ? നൂനിന് അവസാനം എന്താ? കസ്റല്ലേ? അപ്പൊ ഇത് നമുക്കിപ്പോ കേൾക്കുമ്പോ ഒക്കെ ഒരേമാതിരി തന്നെ ഏതാണ്ട് ആശയം അർത്ഥമൊക്കെ അല്ലെ? എന്താ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ അവിശ്വാസികളെ, അല്ലയോ സത്യ നിഷേധികളെ. അപ്പൊ സത്യനിഷേധികളെ വിളിച്ചിട്ട് അവരോട് പറയാണ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിൽ അവിശ്വസിച്ചവരായ എല്ലാ ടീമും, അതിൽ എല്ലാവരും പെട്ടു. എല്ലാ വകുപ്പിലുള്ള അവിശ്വാസികളും പെട്ടു. ജൂതന്മാരും ക്രിസ്ത്യാനികളും അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞവരും എല്ലാരും അതിൽ ഉൾപ്പെട്ടു. ശരിക്ക് ഇത് ആരോടാ? ഈ ഖിതാബ് ആരോടാ? അതായത് ഖുൽ പറയാൻ പറയണത് ആരോടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, എല്ലാ അവിശ്വാസികളെയും നിങ്ങൾ വിളിക്കണം. എന്താ? അപ്പൊ നിങ്ങൾ അവിശ്വാസികളെ എന്ന് വിളിക്കുമ്പോ തന്നെ അതിന്റെ ഉദ്ദേശം എന്താണ്? അവിശ്വാസത്തിൽ അവർ നിലനിൽക്കുന്നിടത്തോളം കാലം ആണ് അവർ ഈ വിളി ബാധകാവുക. അവിശ്വാസം മാറിയാലോ അവിശ്വാസികൾ ഇവർക്ക് ബാധകല്ല. അപ്പൊ അവിശ്വാസത്തിൽ അവർ നിലനിൽക്കുന്നിടത്തോളം കാലം അവിശ്വാസികളെ എന്നാണ്, അള്ളാഹുൽ അവിശ്വസിച്ചവരെ എന്താണ്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. എന്താ അതിന്റെ ഉദ്ദേശം? ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയെ. ലാ അഅ്ബുദു മാ തഅ്ബുദൂനഹുൽ ആൻ, ഇപ്പോൾ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നു. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബാത്തിലത്തായ നിരർത്ഥകമായ മഅബൂദാത്തുകളെ, ആരാധ്യന്മാരെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാൻ ആരാധിക്കുന്നില്ല. സിഫാത്തുഹ, കാരണം എന്താ? അത് നാഖിസത്താണ്, കഴിവില്ലാത്തതാണ്, ദുർബലങ്ങളാണ്, അല്ലെങ്കിൽ പോരായ്മകളുള്ളതാണ്, ആരാധനക്ക് അർഹമായതല്ല അതൊന്നും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ടോ, ബാത്തിലായ എന്തൊക്കെയുണ്ടോ അതിനെ ഞാൻ ആരാധിക്കുന്നില്ല. പിന്നെന്താ? സമാനമായി അല്ലാഹു സൂറത്തു സുമറിൽ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. പ്രവാചകരെ, നിങ്ങൾ അവരോട് ചോദിക്കണം, അഫഗൈറല്ലാഹി, അല്ലാഹു അല്ലാത്തവരെയാണോ തഅ്മുറൂനി, നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്, അഅ്ബുദു ആരാധിക്കാൻ, ഞാൻ ആരാധിക്കാൻ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാനാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, വിവരമില്ലാത്തവരെ. അപ്പൊ അല്ലാഹു അല്ലാത്തവർ ഒരിക്കലും എന്തിന് അർഹതല്ല? ആരാധനക്ക് അർഹരല്ല. അതുകൊണ്ട് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബാത്തിലായ ആരാധ്യന്മാരെ ഒന്നും ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നവർ അല്ല. ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നവർ അല്ല. അപ്പൊ എന്താ അതിന്റെ ഉദ്ദേശം? എന്താണ് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പിന്നെ ഈ ശിർക്കിൽ, ഈ ളലാലത്തിൽ, ഈ കുഫ്രിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അത്രയും കാലം ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരാധന ഫലം ചെയ്യുന്നില്ല. നിങ്ങളുടെ ആരാധനക്ക് എന്തില്ല? അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ആരാധന അവന് എത്തുന്നില്ല. നിങ്ങൾ അവനെ അല്ല ആരാധിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ആരാധന അവനിലേക്കല്ല എത്തുന്നത്. മുശ്രിക്കീങ്ങളുടെ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇബാദത്തിന് ഫലമുണ്ടോ? ഇല്ല. അതാണ് മുശ്രിക്കിന്റെ ഇബാദത്തിന് ഫലമില്ല. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഖവായിദുൽ അർബ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ചെറിയൊരു കൃതിയുണ്ട്. അതിൽ പറയുന്നുണ്ട്,
പിന്നെ വുളൂ ചെയ്യുന്ന വുളൂ എടുത്തൊരു മനുഷ്യന് അശുദ്ധി ബാധിച്ചാൽ വുളൂ മുറിയൂലേ? പിന്നെ വുളൂ കൊണ്ട് ഫലമുണ്ടോ? ഇല്ല. അതേപോലെയാണ് ഷിർക്ക് ഇബാദത്തിൽ കലർന്നാൽ പിന്നെ ഇബാദത്ത് തന്നെ പറയാൻ പറ്റൂല. അപ്പൊ ഇബാദത്തിൽ ഷിർക്ക് കലർന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ഇബാദത്ത് കൊണ്ട് ഒരു ഫലവും ഇല്ല, ഒരു ഫലവും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, നിങ്ങൾ ഈ ദലാലിൽ ഈ ഒരു അവിശ്വാസത്തിൽ നിങ്ങൾ തുടരുന്നിടത്തോളം കാലം ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പിന്നെ ശരിയായ രൂപത്തിലല്ല അവരുടെ വിശ്വാസം ഉള്ളത്. മക്കത്തെ മുശ്രിക്കുകളാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? അതിൽ അപൂർണനായ പല പോരായ്മകളുള്ള, പല കുറവുകളുള്ള, അള്ളാഹുവിന്റെ സിഫാത്തുകളോട് യോജിക്കുന്ന സിഫാത്തുകൾ ഉള്ള അള്ളാഹുവിനെ അവർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വാദിക്കുന്നു, അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് വാദിക്കുന്നു, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പങ്കാളികളാകാൻ പറ്റിയ രൂപത്തിലുള്ള ശുപാർശകരുണ്ടെന്ന് വാദിക്കുന്നു, അള്ളാഹുവിന് കൂട്ടാളികളുണ്ടെന്ന് വാദിക്കുന്നു. ഇങ്ങനെ പല വാദവും, ഇങ്ങനെ പലതുമുള്ള, പല പോരായ്മകളും പല നഖ്സും പല ഐബുമുള്ള ഒരു അള്ളാഹുവിനെയാണ് അവര് വിശ്വസിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു അള്ളാഹുവിനെ ആരാധിച്ചാൽ അത് യഥാർത്ഥത്തിലുള്ള പരിപൂർണനായ കാമിലായ അള്ളാഹുലേക്ക് അവരുടെ ഇബാദത്ത് എത്തുമോ? ഇല്ല. അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി പറഞ്ഞു. പങ്കുകാരിൽ അതെ ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്നാണ് ജൂതന്മാരുടെ വാദം. ഉസൈർ ഒരു പ്രവാചകനാണ്. ഉസൈർ അലൈഹി ഇസ്ലാം ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ മകനാണെന്നാണ് അവരുടെ വാദം. അവർക്ക് വേറെയും കുറെ വാദങ്ങളുണ്ട്. അള്ളാഹു പിശുക്കനാണ് അവരുടെ വാദമാണ്, അല്ലേ? യദുല്ലാഹി മഗ്ലൂല ബൽ ഗുല്ലത് ഐദീഹിം. അതുപോലെ പല വാദങ്ങളും ജൂതന്മാർക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പോരായ്മയുള്ളവനായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പം അവര് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ജൂതന്മാരുടെ വിശ്വാസപ്രകാരം അവര് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊന്നും പ്രവാചകനായി അവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും ഈസാ നബിക്കും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ എന്തുണ്ട്? നസ്റും ഫത്ഹും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? വിജയവും വളർച്ചയും സമൂഹത്തിൽ സ്വാധീനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരല്ല അവരെങ്കിൽ അതുണ്ടാകാൻ പാടുണ്ടോ? അതുണ്ടാകാൻ പാടില്ലല്ലോ. അതുണ്ടാകാൻ പാടില്ല. അവരുടെ ദീനിന് വളർച്ചയും ശേഷിയും വിജയവും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കറിയാം? ജൂതന്മാർക്കറിയാം. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിനെതിരായ ദീന് ഭൂമി ലോകത്ത് സ്ഥാപിതമായ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാനെന്ന് പറഞ്ഞ് മനുഷ്യന്മാര് വന്നിട്ടും അവർക്ക് വിജയവും പ്രതാപവും, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പാർട്ടിക്കാരാണ് അവരെന്ന് പറയുന്ന അവർക്ക് പരാജയവും അവർക്ക് നിന്ദ്യതയും ഒക്കെ പടച്ചോൻ കൊടുത്തു എന്നല്ല ഇതിന്റെ അർത്ഥം. പടച്ചോൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളെ സഹായിക്കാത്ത, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വിജയം കൊടുക്കാത്ത, അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് വിജയവും പ്രതാപവും ശക്തിയും ഒക്കെ നൽകുന്നവനാണ് അള്ളാഹു എന്നാണ് ആര് വിശ്വസിക്കുന്നത്? എന്നൊക്കെ അള്ളാഹു ചെയ്തു എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം. മനസ്സിലായോ? അള്ളാഹുവിന്റെ ഔലിയാക്കളെ സഹായിച്ചില്ല, അള്ളാഹുവിന്റെ മക്കളെ സഹായിച്ചില്ല, അവര് കൈയൊഴിഞ്ഞു. ഇതൊന്നും അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കാൻ പറ്റിയ വിശ്വാസമല്ല. ഇതൊക്കെ വളരെ വലിയ നഖ്സുകളാണ്, പോരായ്മകളാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് ആര്? ജൂതന്മാര്. അതെ. അതൊക്കെ മൂസാ നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാരെ മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ. ശേഷമുള്ള ആരെയും അവർ അംഗീകരിക്കൂല. അപ്പോ അതാണെന്ത്? അപ്പൊ അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ അല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്, അല്ലെ? പരിപൂർണമായ സിഫാത്തുകളുള്ള അങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് വിശേഷിതനായ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല?
നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ്. എന്ത് പറഞ്ഞാൽ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാനിപ്പോ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ ഈ ഭാവിയിൽ ഇനിയും ആരാധിക്കുന്ന ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നവരേയല്ല. നിങ്ങൾ കാഫിരീങ്ങളായി തുടർന്നിടത്തോളം കാലം നിങ്ങൾ അവൻ ആരാധിക്കുന്നവർ അല്ല. ആബിദൂൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവർ എന്നാണ്, മനസ്സിലായി? അപ്പൊ നിങ്ങൾ അവനെ ആരാധിക്കുന്നവർ അല്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ആരാധനകൾ ഒരിക്കലും അവനെ യഥാർത്ഥത്തിലുള്ള പരിപൂർണമായ സിഫാത്തുകളുള്ള അള്ളാഹുവിനല്ല അത് എത്തുന്നത്, മറിച്ച് ശൈത്താനാണ് അത് എത്തുന്നത്. പിന്നെന്താ? വല അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. കാഫിരീങ്ങളെ വിളിച്ചിട്ട് പറയാണ്, അല്ലയോ കാഫിരീങ്ങളെ, നിങ്ങൾ ആരാധിച്ചിരുന്ന, നിങ്ങൾ മുമ്പ് ആരാധിച്ചിരുന്ന, ഇപ്പൊ മാത്രല്ല മുമ്പ് ആരാധിച്ചിരുന്ന ബാത്തിലായ കുറെ ആരാധ്യന്മാരുണ്ടല്ലോ, അപ്പോ അതിനെയും എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല, അതിനെയും ഞാൻ ആരാധിക്കുന്നവൻ അല്ല. നിങ്ങളുടെ എല്ലാ ബാത്തിലായ ആരാധ്യന്മാരിൽ നിന്നും ബാത്തിലായ ഇബാദത്തുകളിൽ നിന്നും എന്താണ്, ഞാൻ മുക്തനാണ്. ബാത്തിലായ ആരാധ്യന്മാരിൽ നിന്നും ബാത്തിലായ ആരാധനകളിൽ നിന്നും ഞാൻ മുക്തനാണ്. അപ്പം അവരാരാധിക്കുന്ന ബാത്തിലായ ആരാധ്യന്മാരുണ്ട്, അതിൽ നിന്ന് ആര് മുക്തനാണ്? മുസ്ലിമീങ്ങൾ മുക്തരാണ്. പിന്നെ അവരാരാധിക്കുന്ന ബാത്തിലായ ആരാധനയുടെ രീതികളുണ്ട്, അള്ളാഹു പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ആരാധനയുടെ രീതികളുണ്ട്, അതിൽ നിന്നും ആര് മുക്തനാണ്? ഞാൻ മുക്തനാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറയാണ്. വല അഖ്ബലുഹ അബദ, ഞാൻ ഒരിക്കലും അതിനെ സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ ആദ്യത്തെ ആയത്തിൽ എന്ത് പറഞ്ഞു? ഇതിന് മുമ്പ് പറഞ്ഞല്ലോ, പിന്നെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? വലാ അന ആബിദുൻ മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് ഞാനത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. തൊട്ടു മേലെ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ, അല്ലെങ്കിൽ ഇനി ഭാവിയിലും നിങ്ങൾ ആരാധിക്കുന്നതിനെ. തഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഹാലും മുസ്തഖ്ബലും, അതായത് വർത്തമാനകാലവും ഭാവി കാലവും രണ്ടും ഉദ്ദേശിച്ച് എന്ത് പറയും? ഫിഅ്ലു മുളാരി പറയും, തഅ്ബുദൂൻ എന്നുള്ള പ്രയോഗം പറയും. അപ്പൊ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ഭാവിയിൽ നിങ്ങൾ ആരാധിക്കാനിരിക്കുന്ന ബാത്തിലായ ആരാധ്യന്മാരെ ഒന്നും ഞാൻ ഇപ്പോഴോ ഭാവിയിലോ ആരാധിക്കുകയില്ല. പിന്നെ ഇവിടെ എന്ത് പറഞ്ഞു? വലാ അന ആബിദുൻ മാ അബത്തും. അപ്പൊ ഇവിടെ എന്താ? ആബിദ് പറഞ്ഞാൽ ഇസ്മാണ്, ആരാധിക്കുന്നവൻ. ഞാൻ ആരാധിക്കുന്നവനെയല്ല. മാ അബത്തും, അപ്പൊ ആദ്യത്തെ ആയത്തിൽ മുളാരിയാണല്ലോ, വർത്തമാനവും ഭാവിയും മാത്രമേ വരുന്നുള്ളൂ, ഭൂതം വന്നിട്ടില്ല. അബത്തും പറഞ്ഞാൽ എന്താ? ഭൂതകാലാണ്, പാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഭൂതകാലത്തിൽ ആരാധിച്ചിരുന്നതിനെയും ഞാൻ ആരാധിക്കുന്നവനല്ല, അന്നും ആരാധിക്കുന്നവനല്ല, ഇന്നും ആരാധിക്കുന്നവനല്ല, ഭാവിയിലും ഞാൻ ആരാധിക്കുന്നവനല്ല. അങ്ങനെയാണ് ചില മുഫസ്സിരീങ്ങൾ അതിനെ വേർതിരിച്ചത്. വേറെ ചില പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ, പിന്നെ ആദ്യം പറഞ്ഞത് എന്താ? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഒന്നും ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയുമില്ല. അത് ഭാവിയും ഭൂതവും വർത്തമാനം എല്ലാം പെട്ടു. അതിൽ ആരാധിക്കുന്നുമില്ല, ആരാധിക്കാൻ പോകണമില്ല, ആരാധിച്ചിട്ടുമില്ല. ഇപ്പോഴെന്താ? അത് ഒരിക്കലും ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല. ഈ ആരാധന, ഞാൻ അങ്ങനെ ഒരു പരിപാടി എന്റെ പ്രവർത്തനത്തിൽ ഇതുവരെ വന്നിട്ടില്ല, ഇനി വരൂല്ല. ഇനി നിങ്ങളത് ചെയ്യുന്നതിന് ഞാൻ തൃപ്തിപ്പെട്ട് സ്വീകരിക്കോ? അതൊരിക്കലുമില്ല. വല അന ആബിദും മാ അബത്തും, ഖബൂല് പോലും ഞാൻ ചെയ്യൂല, അതിനെ ഞാൻ സ്വീകരിക്കുകയില്ല. ആ ഒരു നിലപാടിനെ ഞാൻ ഒരിക്കലും അതിനോട് സമരസപ്പെട്ടു പോകാൻ ഞാൻ തയ്യാറല്ല. ഖത്മുൽ അത്മാ, ഖത്ഉൽ അത്മാ എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞേ കാണാൻ സാധിക്കും. അവരുടെ എല്ലാ വിധത്തിലുള്ള പിന്നെ പ്രതീക്ഷകളെയും മുറിച്ചു മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താണ്? ആവർത്തിച്ചതാണ്. അവിടെ പ്രതീക്ഷകൾ ഏതെങ്കിലും ഒരു കാലത്ത് ഇനിയെങ്ങാനും ഇത് സ്വീകരിക്കുമോ എന്നുള്ളൊരു വിചാരം പോലും വിചാരിക്കേണ്ട. ഒരു നിലക്കും എന്നെ പണിക്ക് കിട്ടൂല, അതൊരിക്കലും ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല. വല അന ആബിദും മാ അബത്തും, ഞാൻ പൂർണ്ണമായും നിങ്ങളുടെ ബാത്തിലായ ആരാധ്യന്മാരിൽ നിന്നും ആരാധനകളിൽ നിന്നും ഞാൻ മുക്തനാണ്. അതുപോലെ തന്നെ മറ്റൊരു വിശദീകരണം പറഞ്ഞെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞത് ആരാധ്യന്മാരെ കുറിച്ചാണ്, നിങ്ങൾ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ കുറിച്ച്. ഇവിടെ പറഞ്ഞത് ബാത്തിലായ ആരാധനകളെ കുറിച്ചാണ്. അത് ശിർക്ക് വന്നതുകൊണ്ട് ബാത്തിലായതാകും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് അംഗീകരിക്കാത്തതുകൊണ്ട്
ബാത്തിലായതുമാകാം. എങ്ങനെയാണെങ്കിലും അപ്പൊ ഇവിടെ മാ അബത്തു എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നതിനെ എന്നല്ല, ആരാധിക്കുന്ന ആരാധനകളെ എന്നാവും അർത്ഥം. മാ എന്നുള്ളത് മസ്ദരിയ എന്ന് പറയും. അതായത് മസ്ദറിന്റെ അർത്ഥം കിട്ടാൻ, ഇബാദത്തിന് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് മാ പ്രയോഗിച്ചു. അങ്ങനെ അറബി ഭാഷയിൽ പ്രയോഗമുണ്ട്. ഇബാദത്തിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടി ഫിഅലിന്റെ കൂടെ ക്രിയന്റെ കൂടെ എന്ത് വരും? മാ പ്രയോഗിക്കും. മനസ്സിലായോ? അപ്പൊ പിന്നെ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ എന്തായി? നിങ്ങളുടെ ബാത്തിലായ ആരാധനകളും ഞാൻ നിർവഹിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്ന ബാത്തിലായ ആരാധന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല എന്നുള്ള ആദ്യം പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? നിങ്ങൾ ആരാധിക്കുന്ന ബാത്തിലായ ആരാധനകളും ഞാൻ നിർവഹിക്കുന്നില്ല എന്നായി. അപ്പൊ അങ്ങനെയൊക്കെ ഇത് വിശദീകരണങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ നിങ്ങളുടെ കുഫ്റിൽ നിലനിൽക്കുന്നിടത്തോളം, അതിൽ തുടരുന്നിടത്തോളം കാലം ഞാൻ ആരാധിക്കുന്ന, സ്ഥിരമായി ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കുന്നവർ ആകുന്നില്ല. നിങ്ങൾ അവനെ ആരാധിക്കുന്നവർ ആയിത്തീരുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീനീ എന്നാണ് ശരിക്ക്. ഇവിടെ ദീനി ഉണ്ടല്ലേ, ദീനി ഒരു കസ്റ ഉണ്ടില്ലേ, ശരിക്കെന്താണ്? ദീനീ എന്നാണ്. ഫവാസിലിന് വേണ്ടി, അത് ആയത്ത് അവസാനിക്കുമ്പോ നൂന് കൊണ്ട് അവസാനിക്കാൻ വേണ്ടി, ഇവിടെ തുടക്കത്തിലുള്ള പോലെ അവസാനിക്കാൻ വേണ്ടി എന്ത് ചെയ്താണ്? അവസാനത്തിൽ യാഇനെ കളഞ്ഞതാണ്. അത് അറബി ഭാഷയിലുള്ളൊരു ശൈലിയാണ്, സാഹിത്യ ശൈലിയാണ്. അപ്പൊ അങ്ങനെ വലിയ ദീനി, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ, അതായത് നിങ്ങളുടെ ദീനുമായി പൂർണ്ണമായും ഞാൻ എന്താണ്? അതിൽ നിന്ന് ഞാൻ മുക്തനാണ്. തബറഅ്തു മിൻഹു, അതിൽ ഞാൻ മുതബർരി ആണ്, എന്നുവെച്ചാൽ ഞാൻ അതിൽ നിന്നും വിരക്തനാണ്, വിമുക്തനാണ്. എനിക്ക് അതുമായി ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ ദീനുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. എന്റെ മതം എന്താണ്? നിങ്ങളുടെ മതം എന്താ? അൽ കുഫ്റു ബില്ലാഹ്, അല്ലാഹുവിൽ അവിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മതം. എന്റെ ദീൻ എന്താ? ദീനി അൽ ഇസ്ലാമു വത്തൗഹീദ്, ഇസ്ലാമും തൗഹീദുമാണ് എന്റെ മതം. അത് രണ്ടും ഒരിക്കലും ഒന്നാവുകയില്ല. അത് തമ്മിൽ ഒരിക്കലും സമരസപ്പെട്ട് പോകുകയില്ല. വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പിന്നെ കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് യൂനുസിന്റെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വഇൻ കദ്ദബൂക, പ്രവാചകരെ അവരെങ്ങാനും നിങ്ങളെ കളവാക്കിയാൽ, ഫഖുൽ ലീ അമലി വലക്കും അമലുക്കും, എനിക്ക് എന്റെ കർമ്മമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മമാണുള്ളത് എന്ന് നിങ്ങൾ പറയുക. അൻതും ബരീഊന മിമ്മാ അഅ്മൽ, ഞാൻ പ്രവർത്തിക്കുന്നതിലും നിങ്ങൾ മുക്തരാണ്. ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്നും നിങ്ങൾ മുക്തരാണ്. വഅന ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും മുക്തനാകുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ഇസ്രായിൽ 84-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖുൽ കുല്ലു യഅമലു അലാ ഷാകിലതി, പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കണം, കുല്ലുൻ യഅമലു അലാ ഷാകിലതി, ഓരോരുത്തരും അവരുടെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, നിങ്ങളുടെ രക്ഷിതാവിന് അറിയാം ഏറ്റവും ശരിയായ മാർഗത്തിലുള്ളത്, ഏറ്റവും നേരായ മാർഗത്തിലുള്ളത് ആരാണെന്ന് നിങ്ങളുടെ രക്ഷിതാവിന് അറിയാം. അതുപോലെ സൂറത്തുൽ ശൂറയുടെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തത്തബി അഹ്വാഅഹും, പ്രവാചകരെ നിങ്ങൾ അവരുടെ ഇച്ഛകളെ പിൻപറ്റരുത്. വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്, നിങ്ങൾ പറയണം, പ്രഖ്യാപിക്കണം, അല്ലാഹു അവതരിപ്പിച്ച കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. വ ഉമിർതു ലിഅഅദില ബൈനകും, നിങ്ങൾക്കിടയിൽ നീതി പാലിക്കുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. റബ്ബുനാ വറബ്ബുക്കും, അല്ലാഹു റബ്ബുനാ വറബ്ബുക്കും, അല്ലാഹുവാണ് നമ്മുടെയും നിങ്ങളുടെയും രക്ഷിതാവ്. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, നമ്മുടെ കർമ്മങ്ങൾ നമുക്കുള്ളതാണ്, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ലാ ഹുജ്ജത ബൈനനാ വബൈനക്കും, നമുക്കും നിങ്ങൾക്കുമിടയിൽ എന്തില്ല? നമുക്ക് നിങ്ങൾക്കുമിടയിൽ ഒരു തെളിവുമില്ല. അല്ലാഹു യജ്മഉ ബൈനനാ വ ഇലൈഹിൽ മസീർ, അല്ലാഹുവാണ് നമ്മെ ഒരുമിച്ച് കൂട്ടുന്നവൻ, അവനിലേക്കാണ് നമ്മൾ മടക്കപ്പെടുന്നത്, നമ്മുടെ സംഖ്യ തിരിച്ചുപോക്ക് എന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാൻ വേണ്ടി പറയാണ്. ഇതിന്റെ ഒക്കെ ആശയം എന്താ വെച്ചാൽ, ദീൻ ഒരിക്കലും എന്താവൂല, ഇസ്ലാം ഒരിക്കലും മറ്റുള്ള മതങ്ങളോട് ഒത്തുപോവുകയില്ല. രണ്ടും രണ്ട് ദീന് തന്നെയാണ്. ഇസ്ലാം അല്ലാത്ത എല്ലാം ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ മുമ്പിൽ എന്താണ്? ഒരേപോലെയാണ്. ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ മുമ്പിൽ ഒരേപോലെയാണ്. അള്ളാഹുവിന്റെ അടുക്ക് ഹക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ബാത്തിലാണ്. ബാത്തിൽ എന്ന വിശേഷണത്തിലെല്ലാം ഒരുപോലെയാണ്.
അതാണ് ഈ ഒരു പിന്നെ ആയത്തിന്റെ അവസാനത്തെ ഭാഗത്തുള്ള ഗുണപാഠം. അതുപോലെ തന്നെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളൊരു എന്താ പറയാ, നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ ഭയങ്കര മൂരാച്ചികളാവല്ലേ എന്നൊക്കെയാണ് ചിലർ പറയാ. ഈ മൂരാച്ചിത്തരട് ഒഴിവാക്കിക്കൂടെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് പാകപ്പെട്ടൂടെ? ആ പണിക്കാണ് ശരിക്കും ആര് വന്നത്? മുശ്രിക്കീങ്ങൾ വന്നത് അല്ലേ? പക്ഷെ ദീനിന്റെ വിഷയത്തിൽ അൻസാഫുൽ ഹുലൂൽ പറ്റൂല എന്നാണ്. ഇങ്ങനെ നടുക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, നടുക്ക് പിടിച്ച് അവിടെയും കേടില്ല ഇവിടെയും കേടില്ല, ആ പരിപാടി എന്തിൽ പറ്റൂല? ദീനിന്റെ വിഷയത്തിൽ പറ്റുകയില്ല. ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണോ, തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ, അവിടെ സ്ട്രിക്റ്റ് ആയിരിക്കണം. മുസ്ലിം വഹീദ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നിൽക്കാൻ പാടില്ല എന്നുള്ളത് അണക്കെട്ട് ഉറപ്പിക്കാണ് ഈ സൂറത്ത്. കണ്ടോ, ആവർത്തിച്ച് പല രൂപത്തിലും കോലത്തിലും പ്രഖ്യാപിക്കാണ്. എന്തിനാണ് പിന്നെയും ആദ്യം ഫീൽ മുദാരി വെച്ച് പറയും, ഫീൽ മാദി വെച്ച് പറയും, ഇസ്മു വെച്ച് പറയും. ഓരോന്നിനും സൂക്ഷ്മമായ ഓരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഒരു നിലക്കും ഒരു സാധ്യത, ഒരു മൂലയിലൂടെയും ഒരു സാധ്യതക്ക് അഡ്ജസ്റ്റ്മെന്റിന് വകുപ്പില്ലാന്ന് അള്ളാഹുവോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ ചെയ്യുന്നത്. ഇപ്പൊ തൗഹീദുമായി ബന്ധമുള്ള കാര്യമാണോ, ഇസ്ലാമും കുഫറും വേർപിരിയുന്ന വിഷയമാണോ, സുന്നത്തും ബിദ്അത്തും വേർപിരിയുന്ന വിഷയമാണോ, അവിടെ പിന്നെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വകുപ്പില്ല എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ഗുണപാഠം നമുക്ക് ഈ സൂറത്തിൽ നിന്നുള്ളത്, തൗഹീദിന്റെയും ശിർക്കിന്റെയും ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സാഹചര്യത്തിലും ഏത് സമ്മർദ്ദ ഘട്ടങ്ങളിലും അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ. നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റൊരു വശം, അതായത് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ജീവിച്ചിരുന്ന സന്ദർഭം എന്താണ്? പീഡിപ്പിക്കപ്പെട്ടിരുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന, എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന സമയമാണ്. ആ സമയത്ത് നിന്ന് ഇസ്തിളാഫിന്റെ സന്ദർഭമാണ്, പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് എന്ത് ചെയ്തില്ല? ഒരു അഡ്ജസ്റ്റ്മെന്റിന് തൗഹീദിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ അതിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്താ? ആ വിഷയത്തിൽ ഒരു സന്ദർഭത്തിലും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ തയ്യാറാകാൻ പാടില്ല. നമ്മൾ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ തുറന്നു പറയണം, അല്ലേ? മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, നമ്മൾ ബിസിനസ് ആണെങ്കിലും കച്ചവടമാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ ഇപ്പൊ മുന്നോട്ട് പോകുള്ളൂ എന്ന് പലരും പറയാം. ഓണത്തിൻ്റെതൊക്കെ ഒന്ന് കൂടി കൊടുത്താലേ നമ്മളെ കച്ചവടമൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഈ സ്കൂളിലൊക്കെ കണ്ട് ജോലിയൊക്കെ ആയിട്ടാണ് പോകണമെങ്കിൽ ഓണത്തിന്റെ അന്നൊക്കെ സ്കൂളിൽ നിന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേ ക്രിസ്മസിന്റെ അന്ന് കുറെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നിൽക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഒരു നിലക്കും ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലക്കും പാടില്ല എന്ന് പഠിപ്പിക്കാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്, അല്ലേ? ഏതൊരു കാഫിറിനെയും നിന്റെ കൽബ് കൊണ്ടോ നാവ് കൊണ്ടോ അവനെ വിളിച്ചിട്ട് നീ പറയണം എന്നാണ്, ഞാൻ നിന്നിൽ മുക്തനാണ്, നിന്റെ ഇബാദത്തിൽ ഞാൻ മുക്തനാണ്. പക്ഷെ അതേസമയം ദുന്യവിയായ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ബുയൂതികും അൻ തബറൂഹും വതുഹ്സിനു ഇലൈഹിം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ് കാണാൻ സാധിക്കും, അല്ലെ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളോട് ശത്രുത കാണിക്കാത്ത വിശ്വാസികളോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ലൽക്ക് പെരുമാറാം, ഇഹ്സാൻ കാണിക്കാം, നന്മ ചെയ്യാം. അവരിങ്ങോട്ട് നല്ല ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് അനുസരിച്ച് നല്ല ചെയ്യാം. നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ അങ്ങോട്ട് നല്ല സ്വഭാവത്തിൽ പെരുമാറാം. മോശപ്പെട്ട സ്വഭാവത്തിൽ പെരുമാറണോ ആണെങ്കിൽ പോലും അങ്ങോട്ട് നല്ല സ്വഭാവത്തിൽ പെരുമാറാം. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് എന്ത് ചെയ്യില്ല? അതൊരിക്കലും പാടില്ല. ദുനിയാവായ വിഷയങ്ങളിൽ അതിൽ കുറച്ച് വിശാലതയുണ്ട്, ദീനിൽ ഒരു വിശാലതയും ഇല്ല. ദീന് സ്ട്രിക്റ്റ് ആണ്. അപ്പോഴാണ് ദീന് ദീനായി നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ ദീനിനൊരു പ്രസക്തിയും പിന്നെ ഇല്ല. അതുപോലെ തന്നെ കുൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തുടങ്ങിയ സൂറത്തിൽ എത്ര സൂറത്താ? ലാ ഇക്രാഹ ഫിദ്ദീൻ. അത് ഇതിന് പിന്നെ മറ്റൊരു പറയണത് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനെ കുറിച്ചാണ്? ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് എന്ന് പറഞ്ഞ ആയത്ത് എന്തിനെ കുറിച്ചാണ്? ഒരാൾ അവിശ്വാസിയായ ആള് ദീനിലേക്ക് കയറാൻ, മുസ്ലിം ആകാൻ അയാൾ നിർബന്ധിപ്പിക്കാൻ പാടില്ല. അതാണ് ആയത്തിന്റെ ഉദ്ദേശം. അല്ലാതെ ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദീനിലൊരു ബലാത്കാരമില്ല, തോന്നിയതൊക്കെ ചെയ്യാം, എന്നാലും ഇസ്ലാമിലൊരു പ്രശ്നമില്ല എന്നുള്ള ആ അർത്ഥത്തിൽ ഒരിക്കലും അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അങ്ങനെയല്ല ആയത്തിന്റെ വ്യാഖ്യാനം. അങ്ങനെ അതിനെക്കുറിച്ച് ആരും മനസ്സിലാക്കിയിട്ടില്ല.
മനസ്സിലായില്ലേ? സലഫുകൾ ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. കുറച്ച് മോഡേണിസ്റ്റുകൾ മാത്രമാണ് അങ്ങനെ മനസ്സിലാക്കിയത്. അപ്പൊ ഇനി നമ്മള് കുൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ നേരത്തെ മൂപ്പര് പറഞ്ഞ ഹദീസ്, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, പോരാടാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹദീസ്. ഈ ഹദീസിന്റെ ആശയം എന്താണ്? ഈ ഹദീസിന്റെ ആശയം ജിഹാദു ത്വലബാണ്. ജിഹാദു ത്വലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണാധികാരി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് ജിഹാദ് ത്വലബ്. എപ്പോൾ നിർവഹിക്കേണ്ട കർമ്മം? മുസ്ലിമീങ്ങൾക്ക് ളുഹൂറുള്ള സന്ദർഭത്തിൽ, മുസ്ലിമീങ്ങൾക്ക് എന്താ പറയാ, ശക്തിയും ആധിക്യവും കഴിവും ശേഷിയും ഒക്കെയുള്ള സന്ദർഭങ്ങളിൽ മുസ്ലിം ഭരണാധികാരികൾ ഖുലഫാ റാഷിദ കാലഘട്ടത്തിലും അതിന് ശേഷമുള്ള അമവി ഭരണാധികാരികളുടെ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിന് വളർച്ച ഉണ്ടായത് എങ്ങനെ? ജിഹാദ് ത്വലബിലൂടെയാണ്. ജിഹാദുൽ ദഫ് ഉണ്ടായിരുന്നു, ത്വലബ് ഉണ്ടായിരുന്നു. ജിഹാദ് ത്വലബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഹാദ് ത്വലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഭരണാധികാരി ഈ പറഞ്ഞ ശേഷിയും കഴിവും കുതിരത്തൊക്കെ ഉള്ള സന്ദർഭമാണെങ്കിൽ മുസ്ലിം ഭരണാധികാരി എന്ത് ചെയ്യും? മറ്റുള്ള അമുസ്ലിം ഭരണാധികാരിയുടെ നാട്ടിലേക്ക് സൈന്യത്തെ അയക്കും. സൈന്യത്തെ അയക്കും എന്ന് പറയുമ്പോൾ ആ അയക്കുമ്പോ കൂട്ടത്തില് എന്തുണ്ടാവും? ഒന്നുകിൽ 3 ഓപ്ഷൻ അവർക്ക് കൊടുക്കുക. 3 ഓപ്ഷൻ. ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാമിക രാജ്യത്തിന് ജിസിയ നൽകണം, ഇവിടെയുള്ള ഈ ഭരണകൂടം അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാമിക രാഷ്ട്രത്തിന് ജിസിയ നൽകണം. ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടക്കും. സാധാരണ ആളുകളോട് പറഞ്ഞുള്ള പ്രബോധനം ഈ നാട്ടിൽ നടക്കും. ആ പ്രബോധനം നടക്കാനുള്ള അവസരം ഉണ്ടാക്കലാണ് ശരിക്കും എന്ത്? മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ, മറ്റു ഇസ്ലാമിക ഭരണകൂടത്തിന് അവിടെ സ്വാധീനം ഇല്ലാതെ അവിടെ പ്രബോധനം നടക്കുമ്പോൾ ഈ പ്രബോധകന്മാരെ കൊല്ലലും മുസ്ലിമീങ്ങൾ അടിച്ചമർത്തലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിലുള്ള ഒരു ഭരണാധികാരി മാത്രമായി അയാൾ നിലനിൽക്കുമ്പോൾ അയാൾക്ക് അതിന് കഴിയൂല. കാരണം അയാളെ നിൽക്കണ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിലാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തണലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സുന്ദരമായി എന്ത് ചെയ്യും? പ്രബോധനം നടക്കും. അങ്ങനെ പ്രബോധനം നടന്നാണ് ഒരുപാട് രാഷ്ട്രങ്ങളിൽ മഹാഭൂരിഭാഗം ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം. പ്രബോധനത്തിലാണല്ല വാഴെടുത്ത് ചൂണ്ടിയിട്ട് മുസ്ലിം ആവാന്ന് പറഞ്ഞല്ല, പ്രബോധനം സമാധാനപരമായി നടന്നത്. പക്ഷെ രാഷ്ട്രീയത്തിൽ എന്തുപയോഗിച്ചിട്ടുണ്ട്? രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ അത് ദീന് മാറ്റാൻ വേണ്ടിയിട്ടല്ല, ഭരണാധികാരി മുസ്ലിം ആവണമെന്ന് പറഞ്ഞാണ്ട് വാൾ ഉയർത്തിയല്ല, ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രാഷ്ട്രീയത്തിൽ എപ്പോഴും വാളും കത്തിയും തോക്കും ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ അനിവാര്യതയുടെ ഭാഗമാണ്. അങ്ങനെ അതുണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു ഓപ്ഷൻ. എനിക്ക് ജിസിയ കൊടുത്ത് എന്ത് ചെയ്യാം? അയാൾക്ക് അയാളുടെ നാട് ഭരിക്കാം, ഇസ്ലാമിക രാഷ്ട്രത്തിന് ജിസിയ കൊടുക്കണം എന്ന് മാത്രം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? രണ്ടാമത്തെ ഓപ്ഷൻ അത് ഇനി വ്യക്തിക്കും ബാധകമാണ്, ഭരണാധികാരിക്കും ബാധകമാണ്, വ്യക്തികൾക്കും ബാധകമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അയാള് ആ ഭരണം എന്ത് ചെയ്യാ? ഭരണാധികാരം എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളി എന്ന് പറയാം. അവിടെകൂടി രാഷ്ട്രം പിന്നെ അങ്ങോട്ട് മാറി, ഇസ്ലാമിക രാഷ്ട്രമായി മാറി. മൂന്നാമത്തെ അപ്പോഴോട് എന്ത് നടക്കും? ദഅവത്ത് നടക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? ഇത് രണ്ടും തയ്യാറാവാതിരിക്കാം. രണ്ടും തയ്യാറാവാതിരുന്ന പിന്നെ അവിടെ എന്ത് നടക്കും? യുദ്ധം നടക്കും. യുദ്ധം നടക്കും. അപ്പൊ യുദ്ധത്തിൽ ഒന്നിക്കൽ യുദ്ധത്തിന് വരാതെ പരിയിലിരിക്കാം, അതുപോലെ പിന്നെ മുസ്ലിമീങ്ങളൊന്നും ചെയ്യൂല. യുദ്ധത്തിന് വരികയാണെങ്കിൽ പിന്നെ അവിടെ എന്ത് നടക്കും? പിന്നെ കെട്ടിപ്പിടിച്ചും വെക്കാൻ പറ്റില്ലല്ലോ, പിന്നെ യുദ്ധം ചെയ്യാനല്ലേ പറ്റുള്ളൂ. അവിടെ യുദ്ധം നടക്കും. അപ്പൊ യുദ്ധത്തിൽ വിജയിച്ചാൽ ആ രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമായി മാറും. അവിടെ പിന്നെ അപ്പോഴും അവിടെ പ്രബോധനം നടക്കും. അല്ലെങ്കിൽ മുസ്ലിമുകൾ പരാജയപ്പെട്ടാൽ, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ജിഹാദ് ത്വലബ് നടന്നിട്ട് മുസ്ലിമുകൾ പരാജയപ്പെടുന്ന അവസ്ഥ, യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ശരിയായ മനഹജിൽ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്ത ഒരു കാലഘട്ടത്തിലും ഇസ്ലാമിന് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. മനസ്സിലല്ലേ? എന്നാൽ അതിന്റെ മനഹജിയത്തും കാര്യങ്ങളൊക്കെ തെറ്റി പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ പല വ്യതിയാന കൃഷികൾ ഉണ്ടാക്കിയ പല പ്രശ്നങ്ങളെ കൊണ്ടും പലതും ഉണ്ടായിട്ടുണ്ട്. ദീനിൽ നിന്ന് അവരകന്നപ്പോൾ, ദീന് ദുഹൂറായി, ദീനിന് പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന സമയത്ത്, ദീനിൽ മുസ്ലിമീങ്ങൾ അടിയുറച്ചു നിന്നിരുന്ന കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്തത്? ലോകത്തിന്റെ 1/3 ഭാഗം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു ഒരു കാലഘട്ടത്തിൽ, അമവികളുടെ കാലഘട്ടത്തിൽ. പിന്നീട് അതിന് ശേഷം അത് ചുരുങ്ങി പോയി. കാരണം ആളുകൾ ദീനിൽ നിന്ന് അകന്നുപോയി, ഇസ്ലാമിന്റെ ശക്തിയും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ശക്തിയും കുറഞ്ഞു പോയി. അപ്പോ അതാണ് ഉമിർതു അൻ ഉഖാതില അന്നാസ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഹദീസിന്റെ എന്ത് ചെയ്യുന്നത്? ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഓപ്ഷൻ അതിൽ കൊടുക്കുന്നുണ്ട്. ആയത്ത് ഏതപ്പോ എനിക്ക് ഓർമ്മയില്ല. ഹത്താ യുഅത്തുൽ ജിസിയത അൻ യദിൻ സാഗിരിൻ, അങ്ങനെ അൻ യദിൻ വഹും സാഗിറൂൻ എന്ന് പറഞ്ഞ ആയത്തുണ്ട്. 3 ഓപ്ഷനാണ് അല്ലാഹു ഖുർആനിലെ ആയത്തിൽ കൊടുക്കുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് എന്ത്?
യുദ്ധത്തിന് എപ്പോഴാണ് ഇത് രണ്ടും അവർ തയ്യാറായിട്ട് ജിസിയ കൊടുക്കാനും സ്വയമേ പിന്നെ രാഷ്ട്രം ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്ക് കൈമാറാനും തയ്യാറായിട്ടില്ലെങ്കിലാണ് പിന്നെന്ത് യുദ്ധം. ഈ പറഞ്ഞ ഒരു രീതിയിലും എന്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തതിന്റെ പേരിൽ എന്തില്ല ഒരാളെ കൊല്ലുകയോ ഒന്നും ചെയ്യുന്ന അവസ്ഥയല്ല. യുദ്ധത്തിന് വരാതിരുന്ന പിന്നെ കൊല്ലോ ഇല്ല. അപ്പൊ ദഅവത്ത് നടക്കാനുള്ള വസീല ഇസ്ലാമിന്റെ വ്യാപനം, മതത്തിന്റെ വ്യാപനത്തിനുള്ള ഒരു മാർഗമായിട്ടാണ് ജിഹാദ്. അല്ലാതെ മുസ്ലിം ആക്കാനുള്ളതല്ല ഒരിക്കലും എന്ത് ജിഹാദു തൊലബ്. ഇസ്ലാം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗമാണ് ജിഹാദു തൊലബ്. അതാണ് ആ ഹദീസിന്റെ ആശയം. അത് ആർക്ക് മാത്രമാണ് ബാധകം? ഭരണാധികാരികൾക്ക് മാത്രം. ഭരണാധികാരികൾ തന്നെ എപ്പോൾ കുദ്റത്തുള്ളപ്പോൾ, അതിന് ശേഷിയുള്ള അവസ്ഥയിൽ, സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ മാത്രമാണ് അത് ബാധകമാവുക. വല്ലാഹു അലം. ഖിതാൽ അല്ലല്ല, കില്ലല്ല. യുദ്ധം വേറെ, വധം വേറെ. യുദ്ധത്തിൽ വധിച്ചോളന്നില്ലല്ലോ, പിടിച്ചു ജയിലിലാക്കിയാലും യുദ്ധം ചെയ്യുക. പക്ഷെ യുദ്ധം ചെയ്യേണ്ട ആ ഹദീസ് എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ആ ഹദീസ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇസ്ലാമിക ഭരണാധികാരിയുള്ള മൊത്തത്തിൽ എല്ലാവർക്കും, എല്ലാ മനുഷ്യനും പോയിട്ട് അങ്ങനെ സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഒരു കാലഘട്ടത്തിലും ഇസ്ലാമിക ചരിത്രത്തിൽ എന്തുണ്ടായിട്ടില്ല? ഒരു കാഫിന്റെ അടുത്ത് പോയിട്ട് മുസ്ലിം ആവോടെ അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടായിക്കണോ? അത് നബിയോ സഹാബത്തോ താബികളോ തബൂ താബികളോ ഇസ്ലാമിലെ ഒരു ചരിത്രത്തിൽ ആരും അത് പഠിപ്പിച്ചിട്ടില്ല. ഇത് പഠിപ്പിക്കപ്പെട്ടത് ഭരണാധികാരികൾക്കാണ്. അത് നമ്മൾ പറഞ്ഞത് ഭരണാധികാരികൾക്കുള്ള ഓർഡറാണ്. ഉമിർത്തു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ആരാണ്? ഇമാമാണ്, മുസ്ലിങ്ങളെ ഭരണാധികാരിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കിയിരിക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ പോലും ജിഹാദ് തൊലബ് ചെയ്തിട്ടില്ല. ഇസ്ലാമിക പ്രബോധന വ്യാപനത്തിന് വേണ്ടി റസൂൽ ചെയ്തിട്ടില്ല. ഒരു നാടും കീഴടക്കിയിട്ടില്ല. ജിഹാദ് ദഫ്അ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് ആക്രമണത്തിന് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ അതിൽ തന്നെ വ്യാപൃതനായിരുന്നു. പിന്നെ റസൂലുള്ളാഹിക്ക് ശേഷം ഖുലഫാഉർ റാഷിദീങ്ങളാണ് എന്ത് ചെയ്തത്? ആ പണി തുടങ്ങിയത്. ഏതുപോലെ ജസീറത്തുൽ അറബിൽ നിന്ന് പിന്നെ എങ്ങനെ അതല്ല, ജസീറത്തുൽ അറബിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജൂതന്മാരെ പുറത്താക്കണം എന്ന് റസൂലിന്റെ കൽപ്പന ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ പുറത്താക്കിയിട്ടില്ല. പിന്നെ ഖുലഫാഉർ റാഷിദുകളാണ് എന്ത് ചെയ്തത്? അത് നിർവഹിച്ചത്. റസൂലുള്ളാഹിന്റെ ജീവിതം അത്രത്തോളം എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂൽ വേറെ പല അതിനേക്കാളും അതിനേക്കാളും അനിവാര്യമായ കാര്യങ്ങളിൽ വ്യാപൃതനായതുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഖുലഫാഉർ റാഷിദുകൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ പൂർത്തിയാക്കി. ഏതാണെങ്കിലും ഇപ്പൊ നമ്മളെന്താ പറഞ്ഞേ, എങ്ങോട്ട് പോയതാണ്. അപ്പൊ അതാണ് ആ ഹദീസിന്റെ ആശയം. മനസ്സിലായില്ലേ? ഉമിർത്തു നുഖാത്തിൽ നാസ എന്ന് പറഞ്ഞു. പിന്നെ വേറെ ചില ആളുകൾ പോരാടാനാണ്, യുദ്ധം ചെയ്യാനല്ല ആ ഹദീസിന്റെ ആശയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സൂക്ഷ്മമല്ല ആ വിശദീകരണം. കാരണം ഇതേ ഹദീസ് വെച്ചിട്ട് തന്നെയാണ് സ്വഹാബത്ത് എന്ത് ചെയ്തത്? ഈ വിഷയങ്ങൾ സംസാരിച്ചതും അവർ തെളിവെടുത്തതും ചെയ്യാനുള്ള കൽപ്പനയൊക്കെ വിഷയം. പക്ഷെ ഹദീസ് മാത്രം പോരാ. ദീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദീനിൽ എന്ത് കാര്യം, എന്തൊരു വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോഴും ആ വിഷയത്തിൽ വന്ന പ്രമാണങ്ങൾ മുഴുവൻ ചേർത്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത് മനസ്സിലാക്കണം. ഒരു ഹദീസും ഒരു ആയത്തും മാത്രം എടുത്താൽ ഒരു വിഷയം പൂർണ്ണമായി കിട്ടൂല. ആ മസ്അലയുമായി ബന്ധമുള്ള ഏതൊക്കെ ആയത്ത്, ഏതൊക്കെ ഹദീസ് ഉണ്ടോ അത് പൂർണ്ണമായും ജംഅ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴേ ഒരു മസ്അല പൂർണ്ണമായി മനസ്സിലാവുള്ളൂ. മറ്റത് അഹ്ലുൽ ബിദ്അ, വ്യതിയാന കക്ഷികൾക്ക് പറ്റിയൊരു പ്രശ്നം എന്താ? ചിലത് മാത്രം എടുക്കും, ചിലത് ഒഴിവാക്കും. അഹ്ലുസുന്നത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാം എടുക്കും, സ്വഹീഹായ സാബിത്ത എല്ലാം ഒരുപോലെ സ്വീകരിച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ അത് മനസ്സിലാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു അഅലം. ഇല്ലല്ല, നമ്മൾ പറയും ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണ്? മുസ്ലിം ആകാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്യരുത്? നിർബന്ധിപ്പിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു എന്നുള്ളത് മുസ്ലിം ആകാൻ വേണ്ടി നിർബന്ധിപ്പിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അത് ഇസ്ലാമിക ഭരണാധികാരിക്ക് അതിനുള്ള ശേഷിയുള്ള സന്ദർഭത്തിൽ ഇസ്ലാമിക പ്രബോധനം നടക്കുവാൻ വേണ്ടി, ആ ലക്ഷ്യം നേടാൻ വേണ്ടി പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ജിഹാദ് ത്വലബ് ഒരിക്കലും ഒരു ലക്ഷ്യമല്ല, അത് മാർഗമാണ്. ലക്ഷ്യം എന്താ? ഇസ്ലാമിക പ്രബോധനം നടക്കുക, ഇസ്ലാം എത്തിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം നടക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു. ഇപ്പോഴും അതിനെപ്പറ്റി സാഹചര്യ സന്ദർഭം ഉണ്ടെങ്കിൽ, പക്ഷെ ഇപ്പൊ അതിനെപ്പറ്റി സാഹചര്യ സന്ദർഭമല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക പ്രബോധനം നടക്കാൻ വേണ്ടി വേറൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് എത്തിക്കുന്ന അവസ്ഥ, പിന്നെ ആ രാജ്യത്തെ ലോകത്തുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളും കൂടി ഇല്ലാതാക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതിനെ പറ്റിയ ഖുദ്റത്ത് ഇപ്പോ
ഇല്ല. അപ്പൊ ഖുദ്റത്തുള്ള സന്ദർഭത്തിൽ, അതിനെ പറ്റിയ സാഹചര്യമുള്ള സന്ദർഭത്തിലാണ്. ഇനി ഇൻഷാ അല്ലാഹ് അവസാന കാലഘട്ടത്തിൽ ഇമാം മഹ്ദി വരും, ഈസാ നബി അലൈഹി സ്വലാം വരും. അപ്പോഴൊക്കെ ഈ ജിഹാദ് തലബ് സുന്ദരമായി നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് തരികയാണെങ്കിൽ നമുക്ക് കാണാം, കൂട്ടത്തിൽ കൂടാൻ തൗഫീഖ് കിട്ടുകയാണെങ്കിൽ. അതൊന്നും അറിയില്ല, അള്ളാഹു ആലം. അതൊക്കെ പിന്നെ ആളുകൾ പഴയ പോലെയാണോ പുതിയ പോലെ പലതും പറയുന്നുണ്ട്, നമുക്കതിൽ ഉറപ്പിച്ച് പറയാനൊന്നുമില്ല. അള്ളാഹു ആലം. പിന്നെ അതുപോലെ പിന്നെ ഈ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനും, ആ സമയം കുറെ ആയല്ലോ, 8 8:07 ഇൻഷാല്ലാ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാല്ലാ. കുറച്ച് ഗുണപാഠങ്ങൾ നമ്മൾ തഫ്സീർ കഴിഞ്ഞു. ഞാൻ കിട്ടുന്ന കുറച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച കുറച്ച് ഗുണപാഠങ്ങളാണ് ഇൻഷാല്ലാ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനത്തെ എന്നുള്ള രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ അത് പാരായണം ചെയ്യുകയും ആശയങ്ങൾ ഗ്രഹിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും എല്ലാം ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്ന അള്ളാഹുവിന്റെ അഹ്ലുകാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് അവന്റെ അതിവിശാലമായ ഔദാര്യം കൊണ്ട് നമുക്കെല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് പരമകാരുണ്യകനായ റബ്ബ് നമ്മെ എല്ലാം അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് കൃപ കൊണ്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖബർ ജീവിതം ഏറ്റവും നല്ല സൗഖ്യപൂർണമായ സന്തോഷപൂരിതമായ ഖബർ ജീവിതം, ബർസഖി ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك العفو والعافية. اللهم اغفر لنا ذنوبنا كلها يا رب العالمين. اللهم صل وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.